അതിനൊരു വളരെയധികം നന്ദി തൻസിക്കാതെ ഞാൻ അറിയിക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ വ്യക്തിബന്ധം, അദ്ദേഹത്തിന്റെ ഈ മേഖലയിൽ ഒരുപാട് വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ് തൻസീർ കൂത്തുപറമ്പ്. അദ്ദേഹത്തിന്റെ വർക്കുകളെ കാണുമ്പോഴേ എങ്ങനെയാണ് ഒരു വിലയിരുത്തൽ? തൻസിക്കാന്റെ കട്ട ഫാനായിരുന്നു ഞാൻ ആദ്യം. തൻസിക്കാനെ ആദ്യമായിട്ട് ഇതിന് മുമ്പ് ഞാൻ തൻസിക്കാനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേദി, ഗാനമേള വേദിയിലാണ് ഞാൻ ആളിനെ കണ്ടുമുട്ടുന്നത്. ഞാൻ ആളിനെ പോലെ തന്നെ ഹെയറൊക്കെ വളർത്തുന്ന പോലെ തന്നെ ഞാൻ ഹെയറൊക്കെ വെച്ചിട്ടാണ് ആളിനെ നടത്തിക്കൊണ്ടിരുന്നത്, കഴുത്തിലൊക്കെ ഒരു ചിരടൊക്കെ കെട്ടിയിട്ട്. അപ്പോൾ തൻസിക്കാൻ ഒരു ഗാനമേളയ്ക്ക് ഞാൻ ആദ്യമായിട്ടൊരു ഫാനായിട്ട് പോയിട്ട് കാണുന്നു. അന്ന് ഞാൻ നിഷാദ് പുതുക്കോടല്ല, വെറും നിഷാദാണ്. അപ്പോൾ ഞാനന്ന് ഫാനായിട്ട് ആളിനെ കാണാൻ വേണ്ടി ഒരു വേദിയിലേക്ക് മുകളിൽ സെൽഫി എടുക്കാൻ ആളിനെ പോയി നേരെ ഒരു സെൽഫി എടുക്കാൻ വേണ്ടി തിക്കും തിരക്കും കൊണ്ട് തൻസിക്കൊക്കെ വരുന്നത് ഓർമ്മ ഉണ്ടാവില്ല. ചിലപ്പോൾ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ തൻസിക്കൊക്കെ അത് ഓർമ്മ വരികയായിരിക്കും തോന്നുന്നു, വിശ്വസിക്കണം. അപ്പോൾ സെൽഫി എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എന്നെ ഒരാൾ ആ ഒരു കമ്മിറ്റി, അതിൻ്റെ ഗാനമേള കമ്മിറ്റി, എൻ്റെ പ്രായമുള്ള ഒരാൾ എന്നെ ചവിട്ടിയാണ്ട് പുറത്താക്കി. നിനക്കൊന്ന് സെൽഫി എടുക്കാനൊന്നല്ല, ഇത്രയും വലിയ ഗായകനെ ഞാൻ ഇവിടെ കൊണ്ടുവരുന്നു. അന്ന് ഞാൻ വല്ലാതെ ഒരു അതായിരുന്നു. അന്ന് തൻസിക്ക എന്നെ കണ്ട് തൻസിക്ക ആളുടെ ഒരു സ്റ്റാഫിനെ വിട്ട് അവിടെ നിന്ന് തന്നെ സ്റ്റാഫിനെ വിട്ട് നിനക്ക് എത്ര സെൽഫി എടുത്തു എന്ന് പറഞ്ഞ് എന്നെ ഒരു വാച്ച് കൊണ്ടുവന്ന് സെൽഫി ഇഷ്ടം പോലെ എടുത്ത്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു അനുഭവമാണ് ആദ്യം ഉണ്ടായിരുന്നത് തൻസിക്കാൻ. പിന്നെ എനിക്ക് തൻസിക്കാനാണ് ഭയങ്കര കാര്യമാണ്, ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ ആള് എൻ്റെ സുഹൃത്താണോ വെച്ച് കഴിഞ്ഞാൽ സുഹൃത്തല്ല, ബ്രദറാണോ വെച്ച് കഴിഞ്ഞാൽ ബ്രദറല്ല, അതിലുപരി പറയാൻ കഴിയാത്തൊരു സ്നേഹബന്ധമാണ് ഞങ്ങൾക്കിടയിലുള്ളത്. അതങ്ങനെ പോട്ടെ. നമ്മുടെ ഈ രംഗത്തേക്കൊക്കെ വരുമ്പോൾ ഈ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഉപ്പയുടെ ഉമ്മയുടെയും അവരൊക്കെ ഈ കലാരംഗത്ത് ഉണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു അവരൊരു? ആദ്യം വലിയ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ജീവിതം കഴിഞ്ഞു പോയാൽ ശരിയാവില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിപ്പോൾ തൻസിക്കാനെ കാണുന്നവരെയും എന്നെ വലിയ സപ്പോർട്ടൊന്നും ഉണ്ടായില്ല. കാരണം ഞാൻ അങ്ങോട്ടാണ് ക്യാഷ് ചിലവായിക്കൊണ്ടിരുന്നത് ഒരുപാട് പ്രാവശ്യം. പിന്നെ തൻസിക്കാനെ കണ്ട ശേഷമാണ് ആള് കുറച്ച് ധൈര്യം, തൻസിക്ക ഒരു ധൈര്യം തന്ന ശേഷമാണ് എനിക്ക് ഈ ഒരു ഫീൽഡിലേക്ക് ഇതാകാൻ കാരണം. മൊബൈൽ ഷോപ്പിന്റെ ഉദ്ഘാടനം അനുബന്ധിച്ച് നേരിലെ വീട്ടിലൊന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു.